ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് ഓൺ ടാൻജന്റ് ലൈൻസ് ആൻഡ് സീക്കന്റ് ലൈൻസ് ഓഫ് എ സർക്കിൾ. ഒരു വൃത്തത്തിലെ തൊടുവരകളുടെയും സീക്കന്റ് വരകളുടെയും പ്രധാനപ്പെട്ട ഫലങ്ങൾ. നമുക്കറിയാം, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. ഒരു സർക്കിളിലെ 2 പോയിന്റ്സിനെ ടച്ച് ചെയ്യുന്ന ലൈനിനെ നമ്മൾ സീക്കന്റ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ടാൻജന്റ് ലൈനിന് നമ്മൾ തൊടുവര എന്ന് പറയും. സീക്കന്റിന് സീക്കന്റ് എന്ന് തന്നെ പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടാൻജന്റും സീക്കന്റും ഒരുമിച്ച് വന്നാലും, ടാൻജന്റ് മാത്രം വന്നാലും സീക്കന്റ് മാത്രം വന്നാലുമുള്ള 3 റിസൾട്ടുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിലൊരു റിസൾട്ട് നമ്മൾ ഓൾറെഡി സർക്കിൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. രണ്ടാമത്തെ റിസൾട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ റിസൾട്ടും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സോ നമുക്ക് ആ റിസൾട്ട്സുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ റിസൾട്ട് 1. 2 tangent lines from a point outside the circle. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള 2 തൊടുവരകൾ. നമ്മളിത് ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ച റിസൾട്ടാണ്. സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റിൽ നിന്ന് 2 ടാൻജന്റ് ലൈൻസ് ആണ് വരച്ചതെങ്കിൽ ഓർക്കേണ്ട റിസൾട്ട് എന്താണ്? അവയുടെ രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. PA = PB. സോ 2 ടാൻജന്റ്സ് ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. സോ നമ്മൾ ഈ 3 റിസൾട്ടിലും പഠിക്കാൻ പോകുന്നത്, ഒരു സർക്കിൾ തരും, പുറത്തൊരു പോയിന്റ് തരും. ആ പോയിന്റിൽ നിന്ന് 2 ടാൻജന്റ്സ് ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആണ് എന്ന റിസൾട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. രണ്ടാമത്തെ റിസൾട്ടിലേക്ക് പോകാം. റിസൾട്ട് 2. 2 secant lines from a point outside the circle. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള 2 സീക്കന്റ് വരകൾ. ഇത് നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. നമുക്ക് ഒന്നും കൂടെ റീകോൾ ചെയ്യാം. പുറത്തുള്ള ഒരു പോയിന്റ് ആണ് P. അവിടെ നമുക്ക് Pയിൽ നിന്ന് 2 സീക്കന്റ് ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈൻസ്. അപ്പോൾ ഒരു ലൈൻ PCD, രണ്ടാമത്തെ ലൈൻ PA. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട റിസൾട്ട് ഇതാണ്. PA × PB = PC × PD. ഓക്കെ, PA × PB = PC × PD. നമ്മൾ 2 റിസൾട്ട് പഠിച്ചു കഴിഞ്ഞു. രണ്ടും ടാൻജന്റ്സ് ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെ ലെങ്ത് സെയിം ആണ്. PA = PB. രണ്ടും സീക്വൻസ് ആണെങ്കിൽ, 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈൻസുകൾ ആണെങ്കിൽ റിസൾട്ട് ഓർക്കുക. പുറത്തെ പോയിന്റ് P, ആദ്യത്തെ സീക്വൽ ലൈൻ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് എയും ബിയും, രണ്ടാമത്തെ സീക്വൽ ലൈൻ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് സിയും ഡിയും ആണെങ്കിൽ PA × PB = PC × PD. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ റിസൾട്ടിലേക്ക് പോകാം. ഇതിന്റെ ഒന്നും ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ടതില്ല. റിസൾട്ട് 3. A tangent line and a secant line from a point outside the circle. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ഒരു തൊടുവരയും ഒരു സീക്കന്റ് വരയും. അപ്പൊ നമുക്ക് പുറത്തൊരു പോയിന്റ് ഉണ്ട് P. ഈ പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റും ഒരു സീക്കന്റും. റിസൾട്ട് 1ന് 2 ടാൻജന്റ് എടുത്തു. റിസൾട്ട് 2ല് 2 സീക്കന്റ് എടുത്തു. ഇവിടെ നമ്മൾ ഒരു ടാൻജന്റും ഒരു സീക്കന്റും. PC ടാൻജന്റ് ആണ്, PAB സീക്കന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഓർക്കാം. PA × PB = PC². ഓക്കെ, PA × PB = PC². ഈ 3 റിസൾട്ട് നമുക്ക് പഠിക്കേണ്ട റിസൾട്ടാണ്. നമുക്ക് ഒന്നും കൂടെ ഓർക്കാം. ഒന്നാമത്തെ റിസൾട്ട്, പുറത്തൊരു പോയിന്റിൽ നിന്ന് 2 ടാൻജന്റ്സ് ആണെങ്കിൽ, 2 തൊടുവരയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ റിസൾട്ട്, സർക്കിള് പുറത്തൊരു പോയിന്റിൽ നിന്ന് 2 സീക്കന്റ് ആണെങ്കിൽ, P, ഇത് എയും ബിയും, ഇത് സിയും ഡിയും ആണെങ്കിൽ PA × PB = PC × PD. 2 സീക്വൻസ് ആണെങ്കിൽ, രണ്ടും സീക്വന്റ് ആണെങ്കിൽ. മൂന്നാമത്തത്, സർക്കിള് പുറത്തൊരു പോയിന്റ്, ഒരു ടാൻജന്റും ഒരു സീക്വന്റും. ഓക്കെ, P,
ടാൻജന്റിന് സി കൊടുക്കാം, സീക്കന്റിന് എ ബി എന്ന് കൊടുക്കാം. ഓക്കെ, 1 ടാൻജന്റ് 1 സീക്കന്റ് ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഈ റിസൾട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ആ പ്രോബ്ലത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4, പേജ് നമ്പർ 180. In the picture below, AB is a diameter and P is a point on AB extended. A tangent from P touches the circle at Q. What is the radius of the circle? ചിത്രത്തിന് എ ബി വ്യാസവും പി അത് നീട്ടിയതിലെ ഒരു ബിന്ദുവുമാണ്. പിയിൽ നിന്നുള്ള തൊടുവര വൃത്തത്തെ ക്യൂവിൽ തൊടുന്നു. വൃത്തത്തിന്റെ ആരം എത്രയാണ്? ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ് കാണുന്നത്? പുറത്തൊരു പോയിന്റ് ഉണ്ട് പി. പിയിൽ നിന്ന് ഒരു സീക്കൻഡും ഉണ്ട്, ഒരു ടാൻജന്റും ഉണ്ട്. അപ്പൊ ഏത് റിസൾട്ടാ യൂസ് ചെയ്യാ? മൂന്നാമത്തെ റിസൾട്ട്. അപ്പൊ എന്താ റിസൾട്ട്? പി എ ഇൻറ്റു പി ബി. പി എ ഇൻറ്റു പി ബി is equal to പി സി സ്ക്വയർ. അപ്പൊ ഇവിടെ സി അല്ല ക്യൂ ആണ്. സോ പി ക്യൂ സ്ക്വയർ. ഓക്കെ, സീക്കൽ ലൈനിൽ നിന്ന് പി പുറത്തെ പോയിന്റിൽ നിന്ന് ആ രണ്ടറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ പി ക്യൂ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ അറിയാം? പി എ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. പി മുതൽ എ വരെയുള്ള ലെങ്ത് തന്നിട്ടുണ്ട്, 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ പി എയുടെ സ്ഥാനത്ത് 8 എഴുതും. പി ബി നമുക്ക് അറിയില്ല, ടോട്ടലാണ് 8 തന്നിരിക്കുന്നത്, ഇത് എത്രയാണെന്ന് അറിയില്ല. സോ പി ബിയുടെ സ്ഥാനത്ത് പി ബി എന്ന് തന്നെ എഴുതാം. ഇനി പി ക്യു നമുക്ക് തന്നിട്ടുണ്ട് 4 ആണെന്ന്. അപ്പൊ പി ക്യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ എന്ന് വരും. സോ 8 ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ നമുക്ക് പി ബി കിട്ടും. 16/8 ചെയ്യുമ്പോൾ നമുക്ക് 2 സെന്റിമീറ്റർ എന്ന് പി ബി കിട്ടും. ഓക്കെ, അപ്പം പി എ ബിയില് പി ബിയുടെ ലെങ്ത് കിട്ടി 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ മാത്രം ലെങ്ത് എത്രയായിരിക്കും? ടോട്ടൽ 8 ആണ്. ഇത്രയും 2 പോയി കഴിഞ്ഞാൽ എ ബിയുടെ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ. Therefore AB is equal to 6 സെന്റിമീറ്റർ ആണ്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് എ ബി എന്നത് ഡയമീറ്റർ ആണ്, വ്യാസമാണ്. എ ബി ഡയമീറ്റർ ആണ്. സോ ഗിവൺ എ ബി ഇസ് എ ഡയമീറ്റർ. എ ബി വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? റേഡിയസ് ആണ്. Therefore റേഡിയസ് ഓഫ് സർക്കിൾ, ഡയമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇങ്ങനെ ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് യൂസ് ചെയ്യുക. റിസൾട്ട് വെച്ച് ആൻസറിലേക്ക് എത്തുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5, പേജ് നമ്പർ 181. ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ, ഈ ചിത്രത്തില് the line joining 2 points on a circle is extended by 4 centimeter and the tangent is drawn from this point. Its length is 6 centimeter as shown. ചുവടെയുള്ള ചിത്രത്തിൽ ആദ്യത്തേതില്, ഒന്നാമത്തെ ചിത്രമാണിത്, ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ യോജിപ്പിച്ച വര 4 സെന്റിമീറ്റർ പുറത്തേക്ക് നീട്ടി അവിടെ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരയുടെ നീളം 6 സെന്റിമീറ്റർ എന്ന് കാണിച്ചിരിക്കുന്നു. The second picture, ഈ ചിത്രം, shows the same line extended by 1 centimeter more. ഇവിടെ 4 ആയിരുന്നു, അത് 5 ആക്കി നീട്ടിയിരിക്കുന്നു. And a tangent drawn from this point. What is the length of this tangent? ഇതേ വര തന്നെ 1 സെന്റിമീറ്റർ കൂടി വലത്തോട്ട് നീട്ടിയ സ്ഥാനത്ത് നിന്ന് വരയ്ക്കുന്ന തൊടുവരയാണ് രണ്ടാമത്തെ ചിത്രത്തില്. ഈ തൊടുവരയുടെ നീളമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ടാമത്തെ ചിത്രത്തിലുള്ള ടാൻജന്റിന്റെ ലെങ്ത് മാത്രമാണ്. അതിനുവേണ്ടി ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? പുറത്തൊരു പോയിന്റ് ഉണ്ട്, അതിന് നമുക്ക് പി എന്ന പേര് കൊടുക്കാം. പി എന്ന പോയിന്റിൽ നിന്ന് ഒരു സീക്കൻറ്റുമുണ്ട്, ഒരു ടാൻജന്റുമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പേര് കൊടുക്കാം. ഇത് എ എന്നിരിക്കട്ടെ, ഇത് ബി എന്നിരിക്കട്ടെ, ഇത് സി.
സോ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? റിസൾട്ട് എന്താ? റിസൾട്ട് 3 ആണ് ഉപയോഗിക്കുന്നത്. ഒരു സീക്കൻഡും ഒരു ടാൻജന്റും വന്നാൽ നമ്മൾ റിസൾട്ട് 3 ആണ് ഉപയോഗിക്കുക. എന്താ റിസൾട്ട്? PA into PB is equal to PC സ്ക്വയർ. ആ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ AB-യുടെ ലെങ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ AB എന്ന സെയിം സർക്കിൾ തന്നെയാണ് ഇത്. AB-ക്ക് ഒരു മാറ്റവുമില്ല. ഈ ലെങ്ത് മാത്രമാണ് നീണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം ടാൻജന്റിൽ വന്നു. സോ നമുക്ക് രണ്ടിടത്തും കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെയുള്ള അതേ AB തന്നെയാണ് ഇവിടെ. രണ്ട് സർക്കിളിന്റെയും റേഡിയസിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഒരേ സർക്കിളാണ്. അപ്പൊ AB-യുടെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഒന്നാമത്തെ ചിത്രം മാത്രം നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. ആൻസറിലേക്ക് പോകാം. ഇൻ ഫസ്റ്റ് ഫിഗർ or in first picture നമുക്ക് റിസൾട്ട് എഴുതാം. PA into PB is equal to PC സ്ക്വയർ. PA നമുക്ക് തന്നിട്ടുണ്ട് 4 ആണെന്ന്. PB എത്രയാന്ന് നമുക്കറിയില്ല. ഓക്കെ, PB നമുക്കറിയില്ല. സോ PB അങ്ങനെ തന്നെ എഴുതുന്നു. PC സ്ക്വയർ, PC എന്ന് പറഞ്ഞ 6 ആണ്. സോ 6 സ്ക്വയർ. ഇവിടെ നോക്കാം, PBയിൽ ഇത്രയും 4 ആണെന്ന് അറിയാം, AB ആണ് അറിയാത്തത്. സോ ABക്ക് നമുക്ക് എന്തെടുക്കാം? X എന്ന് കൊടുക്കാം. സോ നമുക്ക് 4 into PB അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? X plus 4 എന്ന് എഴുതിക്കൂടെ? X plus 4 is equal to 6 സ്ക്വയർ 36. ഓക്കെ, അപ്പൊ നമുക്ക് X plus 4 കാണാം ആദ്യം. കാരണം 4നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 36/4 ചെയ്യുമ്പോൾ 9 കിട്ടും. X plus 4 9 ആണെങ്കിൽ X എന്താണ്? 9 minus 4 5 എന്ന് കിട്ടും. സോ X 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. വാട്ട് ഇസ് X? X is AB. Therefore AB is equal to 5 സെന്റിമീറ്റർ. അപ്പൊ രണ്ടാമത്തെ ചിത്രത്തില് AB-യുടെ ലെങ്ത് 5 സെന്റിമീറ്റർ തന്നെയാണ്. നമുക്ക് കാണേണ്ടത് ഈ ഒരു ടാൻജന്റിന്റെ ലെങ്ത് ആണ്. സോ അതിന് നമുക്ക് C എന്ന് കൊടുക്കാം. ഇൻ സെക്കൻഡ് പിക്ചർ അവിടെ റിസൾട്ട് ഏതാണ്? Pയിൽ നിന്നുള്ള ഒരു സീക്കൻഡും ഉണ്ട്, ടാൻജന്റും ഉണ്ട്. സോ റിസൾട്ട് PA into PB is equal to PC സ്ക്വയർ. PA 5, PB എത്രയാ? മിക്ക കുട്ടികളും PB എന്ന് പറഞ്ഞ ഈ 5 എഴുതി വെക്കും. അത് തെറ്റാണ്. PB എന്ന് പറഞ്ഞാൽ P മുതൽ B വരെയുള്ള ലെങ്ത് ആണ്. അപ്പൊ അതെത്രയാണ്? ടോട്ടൽ 10. വളരെ കെയർഫുൾ ആയിരിക്കണം. 10 is equal to ആണ് PC സ്ക്വയർ. 5 into 10 50. 50 is equal to PC സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ PC സ്ക്വയർ 50 എന്നുള്ളതിൽ PC കാണാൻ എന്താ ചെയ്യാ? √50. √50 നമുക്ക് ചെറുതാക്കി എഴുതാം. 25 into 2 25ന്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം എന്ന് പറയുന്നത് 5 ആണ്. 2ന്റെ സ്ക്വയർ റൂട്ട് 2. സോ നമുക്ക് ആൻസർ കിട്ടി 5√2 സെന്റിമീറ്റർ ആയിരിക്കും PCയുടെ ലെങ്ത്. ഒരു SSLC ക്വസ്റ്റ്യൻ, ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ PC ഈസ് the tangent to the circle. If PC is equal to 12 centimeter, PB is equal to 8 centimeter and PQ is equal to 2 centimeter, find the length of AP. Second, the length of the tangent from Q to C. ചിത്രത്തിൽ PC തൊടുവരയാണ്. PC സമം 12 സെന്റിമീറ്റർ, PB സമം 8 സെന്റിമീറ്റർ, PQ സമം 2 സെന്റിമീറ്റർ ആയാൽ AP എത്ര? ക്യൂവിൽ നിന്നും സിയിലേക്ക് വരയ്ക്കുന്ന തൊടുവരയുടെ നീളം എത്ര? നമുക്കിവിടെ കാണാം ചിത്രത്തില് സർക്കിളിന്റെ പുറത്ത് 2 പോയിന്റ്സ് ഉള്ളത്, പിയും ക്യൂവും. നമുക്ക് ആദ്യം പി പരിഗണിച്ചാൽ പിയിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ടാൻജന്റും ഉണ്ട്, ഒരു സീക്കൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ടാൻജന്റും ഒരു സീക്കൻഡും പുറത്തുള്ള പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പൊ ആ റിസൾട്ട് നമുക്ക് ഇവിടെ ആദ്യം യൂസ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന മെഷേഴ്സ് എഴുതാം. PCയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ എന്ന്. അതേപോലെ PBയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ എന്ന്. സോ നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ABയുടെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് ആദ്യം പോകാം. PA into PB is equal to PC സ്ക്വയർ. ഇതാണ് റിസൾട്ട്.
പി എ എത്രയാണ് നമുക്കറിയില്ല. ഓക്കെ, പക്ഷെ എ ബി അറിഞ്ഞാൽ നമുക്ക് പി എ എഴുതാമായിരുന്നു. എ ബിക്ക് നമുക്ക് എക്സ് എന്ന് തൽക്കാലം കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ പി എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8 ആണ്. സോ എക്സ് പ്ലസ് 8 ഇൻറ്റു പി ബി. പി ബി നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്തിരിക്കുന്ന 8നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 12 സ്ക്വയർ 144 ആണ്. 144 ഡിവൈഡഡ് ബൈ 8. അപ്പൊ 144നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക എന്ന് നോക്കാം. 1 ഇൻറ്റു 8 8 ആണ്. 14 8 മൈനസ് ചെയ്താൽ 6 കിട്ടും. 64 ആവും. 8 ഇൻറ്റു 8 64. അപ്പൊ നമുക്ക് 144നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 എന്നാണ് കിട്ടുക. സോ എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 18 ആണെങ്കിൽ എക്സ് എന്താണ്? 18 മൈനസ് 8 ആണ്. ദാറ്റ് ഇസ് 10 സെന്റിമീറ്റർ. എക്സ് 10 സെന്റിമീറ്റർ കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ബി. എ ബി ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് നമുക്കിവിടെ കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞത് എ പിയുടെ ലെങ്ത് ആണ് ഒന്നാമത്തെ പാർട്ടിൽ. എ പി, എ മുതൽ പി വരെ ഉള്ളത്. അപ്പൊ എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി പി ആണ്. എ പി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി പി. എ ബി നമ്മൾ കണ്ടുപിടിച്ചു 10 ആണെന്ന്. ബി പി അഥവാ പി ബി എന്ന് പറയുന്നത് 8 ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? 18 സെന്റിമീറ്റർ എ പി നമുക്ക് കിട്ടും. ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം ക്യൂ ടു സി. ക്യൂയിൽ നിന്ന് സിയിലേക്കുള്ള ടാൻജന്റിന്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. സോ ക്യൂയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് ടാൻജന്റ് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത പോയിന്റ്, പുറത്തുള്ള പോയിന്റ് ക്യൂ എടുത്താൽ ക്യൂവിൽ നിന്ന് സീക്കൻറ്റും ഉണ്ട്, ക്യൂവിൽ നിന്ന് ടാൻജന്റും ഉണ്ട്. സോ നമ്മൾ ക്യൂവിൽ നിന്നുള്ള സീക്കൻറ്റും ടാൻജന്റും ഉപയോഗിച്ച് റിസൾട്ട് എഴുതാം. സോ പുറത്തെ പോയിന്റ് ക്യൂ എന്നെടുത്താൽ സീക്കൻറ്റ് എങ്ങനെ എഴുതാം? സർക്കിളിലെ 2 പോയിന്റ്സുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്യൂ ബി ഇൻറ്റു ക്യൂ എ അല്ലെങ്കിൽ ക്യൂ എ ഇൻറ്റു ക്യൂ ബി ഇസ് ഈക്വൽ ടു ക്യൂ സി സ്ക്വയർ. ക്യൂ എ ഇൻറ്റു ക്യൂ ബി ഇസ് ഈക്വൽ ടു ക്യൂ സി സ്ക്വയർ. അപ്പോൾ ക്യൂ എ എത്രയാണ്? നമുക്ക് പി ക്യൂടെ ലെങ്ത്തും കൂടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്യൂ എയുടെ ലെങ്ത് എന്താ? ക്യൂ മുതൽ എ വരെയുള്ള ലെങ്ത് എത്രയാണ്? എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 10 ആണെന്ന്. അപ്പൊ നമുക്ക് ക്യൂ മുതൽ എ വരെ 2 8 10 കൂട്ടുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഇൻറ്റു ക്യൂ ബി, ക്യൂ മുതൽ ബി വരെ 2 8 കൂട്ടിയാൽ 10 ഇസ് ഈക്വൽ ടു ആണ് ക്യൂ സി സ്ക്വയർ. 20 ഇൻറ്റു 10 200. 200 ഇസ് ഈക്വൽ ടു ക്യൂ സി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ക്യൂ സി സ്ക്വയർ 200 ആണെങ്കിൽ ക്യൂ സി എന്താണ്? റൂട്ട് ഓഫ് 200 ആണല്ലോ. 200നെ നമുക്ക് 2 ഇൻറ്റു 100 എന്ന് എഴുതാം. 2ന്റെ റൂട്ട് 2, 100ന്റെ റൂട്ട് 10. സോ നമുക്ക് ക്യൂ സിയുടെ ലെങ്ത് എന്ത് വരും? 10√2 സെന്റിമീറ്റർ.